മാജിക് ഒന്ന് നിർത്ത് വേഗം. പറയൂ അപ്പൂപ്പ. വീർ, മന്ത്രി സാർ ഇപ്പൊ എത്തും. ചിപ്പ് കിട്ടിയോ ഇല്ലയോ? ചിപ്പ് എവിടെയെങ്കിലും കാണുന്നില്ല അപ്പൂപ്പ. വീർ, നീ എക്സ്റിവിഷൻ യൂസ് ചെയ്. അപ്പൊ അത് എവിടെയെങ്കിലും മറിഞ്ഞു കിടന്നാലും കാണാൻ പറ്റുമല്ലോ. ഓക്കെ എംലി, ഞാനും അങ്ങനെ ചെയ്യാൻ ആലോചിച്ചിരുന്നേ. ആ ചിപ്പ് നിന്റെ വായ്ക്കകത്താണ്. അതെങ്ങനെയാ അവിടെ പോയത്? ആർക്കറിയാ, ചിലപ്പോ പേസ്ട്രി കഴിച്ചപ്പോ അതിനൊപ്പം വായിലേക്ക് പോയതായിരിക്കും. ഇപ്പൊ ഞാൻ വിരലിഞ്ഞൊടിച്ച് പുറത്തെടുത്തു തരാം. എന്റെ മാജിക് എന്റെ വായിക്കകത്ത് ഫലിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? വീർ, വേഗം എന്തെങ്കിലും ചെയ്യ്. മന്ത്രി സാറിന്റെ കാർ ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഗേറ്റിൽ വെയിറ്റ് ചെയ്യ. അപ്പൂപ്പ, ആ ചിപ്പ് കിട്ടിക്കഴിഞ്ഞു. അത് ജിണ്ടുവിന്റെ വായ്ക്കകത്താ ഉള്ളത്. പക്ഷെ അത് മാജിക് ഉപയോഗിച്ച് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. വേഗം എന്തെങ്കിലും ചെയ്യ്. വേഗം ചിപ്പ് പുറത്തെടുക്ക്. എങ്കിലേ നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റൂ. അവനാണ് ഇവിടെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജിണ്ടു, നീ ഞങ്ങളെ ചെറുതാക്കി നിന്റെ വായ്ക്കകത്തേക്ക് വിട്. ഞങ്ങൾ അകത്ത് കയറി ചിപ്പ് എടുത്തോണ്ട് വരാം. എല്ലാം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം വീർ. ജിണ്ടു, ഞങ്ങളെ ചവച്ച് തിന്നേക്കല്ലേ. എനിക്ക് പേടിയാവുന്നുണ്ട്. വീർ, ഇവന്റെ വായിൽ നിന്ന് വൃത്തികെട്ട നാറ്റമാ വരുന്നത്. ജിണ്ടു, നീ ബ്രഷ് ഒന്നും ചെയ്യാറില്ലേ? നിന്റെ വായിന്ന് എന്ത് ബാഡ് സ്മെല്ലാ വരുന്നേ? ദേ ഇരിക്കുന്നു ചിപ്പ്. ആ പല്ലിന്റെ ഇടയിലുണ്ട്. ഈ ജിണ്ടുവിന്റെ പല്ലിനകത്ത് എത്ര ജംസാ. ഇവൻ ഒരിക്കലും പല്ല് തേക്കാറില്ലേ. ഇവനെ കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. കൂട്ടുകാരെ, ഇവിടെ പുതിയ രണ്ടുപേര് വന്നിട്ടുണ്ട്. അവരെ തീർത്ത് കളയേ. ഇത് നമ്മുടെ സാമ്രാജ്യമാണ്. ഇവർക്ക് ഇത്ര ധൈര്യമോ? ഇവർക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. കൊള്ളാം, അതേതായാലും നന്നായി. മാഡ് മാക്സ് ഈസ് ഗ്ലാഡ്, വെരി വെരി ഗ്ലാഡ്. എന്തു പറ്റി ബോസ്? നിങ്ങൾക്കെന്താ പെട്ടെന്ന് ഇത്രയൊരു വലിയ സന്തോഷം? ഫുർസത് ഗഞ്ചിൽ റോബോട്ട് എക്സിബിഷൻ നടക്കുകയാണ്. അവിടെ പ്രേം സഹായിയും അയാളുടെ റോബോട്ടും തീർച്ചയായും അവിടെ എത്തുന്നതാണ്. നീ എന്റെ ഈ മാഗ്നറ്റിക് റോബോട്ടിനെ അവിടേക്ക് കൊണ്ടുപോകണം. അവിടെ പ്രേം സഹായിയുടെ റോബോട്ട് എത്തിയാൽ ഈ റോബോട്ടിനോട് നീ കമാൻഡ് ചെയ്യ്. കണ്ടില്ലേ, നല്ല അടിപൊളി റോബോട്ടല്ലേ? അതെ എംലി, എനിക്ക് ഇവിടെ വന്നത് ഒരുപാട് ഇഷ്ടമായി. മോനെ വീർ, എല്ലാ റോബോട്ടുകളും നീ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അതിന്റെ സിസ്റ്റം നീ പഠിക്കണം. ഇതിൽ എല്ലാ ഇൻഫോർമേഷനും ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരമാകും. ഇത് കണ്ടോ, പ്രേം സഹായുടെ റോബോട്ട് ആ ബ്ലൂ ജാക്കറ്റിൽ വരുന്നത്. ചെന്നവരെ പിടിക്ക. ആരെങ്കിലും ആ റോബോട്ടിനെ തടഞ്ഞു നിർത്ത്.
ജീനിയസ് ആണ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ആണ് ബോസ്. ഇവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ശരിക്കും പറഞ്ഞ ഇത്തരത്തിലൊരു ഐഡിയ എനിക്ക് തോന്നാത്തത് എന്താണ്? ഇനി വീർ രക്ഷപ്പെടില്ല. ബോസ് എന്താ ഈ കാണിക്കുന്നത് ബോസ്? നിനക്ക് അവന്റെ പേര് അറിയായിരുന്നു അല്ലേ? എന്നിട്ട് നീ എന്താണ് എന്നോട് പറയാതിരുന്നതാ? വേഗം ചെന്ന് വീറിനെ പിടിച്ചു കെട്ടി കൊണ്ടുവാടാ. ഇംലിതെ കണ്ടില്ലേ, നമ്മുടെ പ്ലെയിൻ തന്നെ കോമ്പറ്റീഷൻ ജയിക്കും. വീർ, ഞാനൊരു പ്ലെയിൻ പറത്തട്ടെ? നോ ജിൻടു, ഒരു പ്രാവശ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ. കിടക്കുന്നു ഇംലിയുടെ പ്ലെയിൻ. ബണ്ടി ചീറ്റിംഗ് ചെയ്യ. അവന്റെ കൂട്ടുകാരൻ എന്റെ പ്ലെയിന് താഴെ ഇട്ടെ. ഞാൻ ഇപ്പൊ എന്റെ വിരല് ഞൊടിച്ച് അവർക്ക് പണി കൊടുക്കാം. പ്ലെയിൻ എന്റെ പുറകെ വരുന്നേ, രക്ഷിക്കണേ സാർ, മാഡം രക്ഷിക്കണേ. സ്വിംഗ് സ്യൂട്ട് ഓൺ. സ്വിംഗ് സ്യൂട്ട് ഓൺ. ജിൻടു പ്ലീസ്, നീ മാജിക് ഒന്ന് നിർത്ത്. തിരിച്ചു വാ. നീ ഇവിടെ എന്തൊക്കെയായി ചെയ്തോണ്ടിരിക്കുന്നെ? ഇതുപോലത്തെ മാജിക് ഒന്നും കാണിക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ ഇതൊക്കെ എങ്ങനെയാ ചെയ്തത്? ജിൻടു എല്ലാം പഴയതുപോലെ ആക്ക്, പിന്നെ ബണ്ടിയുടെ ഓർമ്മ മായ്ച്ചു കളാ. അകടം പകടം ആലം പാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇവിടെ കണ്ട കാഴ്ചകളെല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. വാവ്, എന്താ അടിപൊളി സ്വപ്നം നീ കണ്ടത്. എനിക്ക് മാത്രം എന്താ സ്വപ്നം കാണാൻ പറ്റാത്തെന്ന് അറിയില്ല. നീ അപ്പൂപ്പനോട് ചോദിക്ക്, അപ്പൂപ്പൻ പറഞ്ഞു തരും. വീർ, നീ ഒരു റോബോട്ടാണ് കേട്ടോ. റോബോട്ടിന് സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അതിൽ തീർച്ചയായും വിജയിക്കും. പക്ഷെ അപ്പൂപ്പ, എനിക്ക് ഇന്ന് എന്നെ സ്വപ്നം കണ്ടേ പറ്റൂ. ജിണ്ടുവിനെ വിളിക്ക്, ഇനി അവനെ നിന്നെ സഹായിക്കാനാവൂ. തഗ്ദിനാധിന്ദിൻ, തഗ്ദിനാധിന്ദിൻ. എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. തഗ്ദിനാധിന്ദിൻ. ജിണ്ടു, വീറിന് സ്വപ്നം കാണാൻ പറ്റുന്നില്ല. മറ്റുള്ള കുട്ടികളെ പോലെ അവനും സ്വപ്നം കാണാൻ ആഗ്രഹമുണ്ട്. ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ വിരല് ഞൊടിച്ച് നിന്നെ സ്വപ്നം കാണിപ്പിച്ച് തരാലോ. അകടം പകടം ആലം ഫാലം ഇകടം തികടം ധം ധമാധം. രാത്രിയിൽ വീര് സ്വപ്നം കാണട്ടെ, ജം ജമാജം ജം ജമാജം. അപ്പൂപ്പ, അപ്പൂപ്പ, ഇന്ന് ഞാൻ സ്വപ്നം കണ്ടു. നല്ല രസമുള്ള സ്വപ്നമായിരുന്നു. ആണോ? എന്നാ നീ അതിനെക്കുറിച്ചൊന്ന് പറയേ. എന്തു സ്വപ്നമാ കണ്ടത്? ഞാൻ കണ്ടതേ, അപ്പൂപ്പൻ ഒരു പാത്രം നിറയെ ചുൾബുളിന് ക്യാരറ്റ് കൊടുക്കുന്നതാ. പക്ഷെ അവന് ഒരേ ക്യാരറ്റ് മാത്രം എടുത്ത് ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് ഫോർക്കും നൈഫും ഉപയോഗിച്ച് അതെടുത്ത് കഴിച്ചു. ചിലപ്പോ നീ കണ്ട സ്വപ്നത്തിൽ നീ കണ്ട ബാസ്ക്കറ്റ് ഇത് തന്നെയായിരുന്നു. ആ അപ്പൂപ്പ, ഇത് തന്നെയാ കണ്ടത്. ചുൾബുൾ, ഇതാ പിടിച്ചോ. നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൂപ്പ, ഇന്നെനിക്ക് ഒരെണ്ണം മതി കേട്ടോ. എന്റെ വയറിന് നല്ല സുഖമില്ല. അപ്പൂപ്പ, ഞാൻ ഇത് തന്നെയാ സ്വപ്നമായിട്ട് കണ്ടത്.
ഇതെങ്ങനെയാ ശരിക്കും സംഭവിക്കുന്നേ? ഇതേ കാര്യങ്ങള് തന്നെയാ സ്വപ്നത്തിലും കണ്ടത്. ഒരു പക്ഷെ ജിണ്ടുവിന്റെ മാജിക് പവർ കാരണം സ്വപ്നത്തിന് പകരം നീ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യം കണ്ടോ? കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇംലിയുടെ ഗ്രാമത്തിനെ രക്ഷിക്കേണ്ടി വരും. ഇംലിയുടെ ഗ്രാമത്തിൽ പ്രാണികളൊക്കെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഞാനൊരു സ്വപ്നം കണ്ടു. ആ പ്രാണികൾ അവിടുത്തെ കൃഷികളെല്ലാം തിന്ന് നശിപ്പിച്ചു. എന്റെ അമ്മ വളരെ സങ്കടത്തില. അച്ഛനാണെങ്കിൽ ഓഫീസിന് ടൂറ് പോയിരിക്കുക. ഗ്രാമത്തിന് ഇപ്പൊ ഫോണ് വന്നായിരുന്നു, അവിടെ എല്ലാം പ്രാണികൾ വന്നോന്ന്. ജിൻഡോ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇംലിയുടെ ഗ്രാമത്തിനെ ആ പ്രാണികളെടുത്ത് രക്ഷിക്കേ.